സത്യത്തിൽ ഏതൊരു മനുഷ്യന്റെ ഉള്ളിലും ദുർവാസനയുള്ള മറ്റൊരാളുണ്ട്. മനുഷ്യൻ ഒറ്റയ്ക്കാവുന്ന അവസ്ഥയിലാണ് ആ ദുർവാസനക്കാരൻ ഉണരുന്നത്. അത് സിസ്റ്റർ പവിത്രയുടെ ഡയറി തന്നെയാണെന്ന് അറിഞ്ഞു തന്നെയാണ് ഞാനത് വായിച്ചത്. അതിലെ പല വാചകങ്ങളും എനിക്ക് മൃതസഞ്ജീവനികളായിരുന്നു. സത്യത്തിൽ എനിക്ക് സിസ്റ്റർ പവിത്രയോട് ബഹുമാനം തോന്നുകയായിരുന്നു. ആതുര സേവനത്തിലൊക്കെ ഇവരുടെ പങ്ക് എത്ര വലുതാണെന്ന് തോന്നിപ്പോയി. ഒരു നേഴ്സ് എന്ന് പറഞ്ഞ ഒരു മാലാകയാ. അങ്ങനെ ലക്ഷോപലക്ഷം മാലാകമാർ നിറഞ്ഞതാ നമ്മുടെ ഈ ലോകം. എന്റെ പൊന്ന് സാറേ, സാറ് വലിയൊരു നേതാവാ, പൊളിറ്റീഷ്യനും ആണ്. ആചാലമായിട്ട് സംസാരിക്കാനും അറിയാം. പക്ഷേ ഇങ്ങനങ്ങ് തള്ളി മറിക്കല്ലേ. അയ്യോ, സിസ്റ്റർ തെറ്റിയിരിക്കില്ലേ? ഞാൻ ആദരവ് കൊണ്ട് പറഞ്ഞു പോയതാ. ജീവൻ രക്ഷിച്ച ആൾ മാത്രമല്ല, നേരിട്ട് പരിചയപ്പെട്ടപ്പോ സിസ്റ്റർ പവിത്ര എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളായി മാറി. ഷീസ് ലൈക്ക് എ സിസ്റ്റർ ടു മീ. പിന്നെ സിസ്റ്ററെ, ഇന്ന് മുങ്ങിക്കളയരുത്. ഫുഡ് കഴിച്ചിട്ടേ പോകാവൂ. ഞാനിപ്പോ വരാം. പ്രതാപൻ ഉണ്ടായിരുന്നതുകൊണ്ടേ ഞാൻ മിണ്ടാതിരുന്നതാ. അവനെ പേടിച്ചല്ല. എന്റെ ലക്ഷ്യം നടക്കണമെങ്കിലേ ഇവിടെ ഞാൻ മൗനം പാലിച്ചേ പറ്റൂ. നിങ്ങൾ ഇനി അങ്ങോട്ട് ടോട്ടലി സൈലന്റ് ആവാൻ പോവാ. നിങ്ങളെ ഒന്നിനും കഴിവില്ലാത്തവളാക്കി ഒരു മൂലയ്ക്ക് പൂട്ടിക്കെട്ടിയിരുത്തും. അത് വരട്ടെ, അത് അപ്പൊ നമുക്ക് കാണാം. ഒരു മനുഷ്യന്റെ രഹസ്യം അറിയാ അവരുടെ മൊബൈൽ ഫോൺ. നീ എന്റെ മൊബൈൽ എടുത്ത് എന്റെ രഹസ്യങ്ങൾ ചോർത്തി കളിക്കാൻ ഇറങ്ങുമല്ലേടി? ഇപ്പൊ ഞാൻ നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്ന രഹസ്യ അറയിലേക്കേ കയറിയുള്ളൂ. ഇനി ഞാൻ നിങ്ങളുടെ ജീവിതം എന്ന രഹസ്യ അറയിലേക്ക് കയറും. നിങ്ങളുടെ മുഖം മൂടി ഞാൻ അഴിച്ചു മാറ്റുമ്പികെ. നിന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും. എന്ത് വില കൊടുത്തും നിന്നെ ഞാൻ പൂട്ടും. നിങ്ങളെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കുമ്പികെ. മോളെ, ഒരു വഴക്ക് വേണ്ട. ഞാൻ ആരുടെ മോളല്ല. എന്റെ കാര്യത്തിൽ ഇടപെടരുത്, അതെനിക്കിഷ്ടമല്ല. സിസ്റ്ററോട് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലേ നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് നിനക്ക് നല്ല തല്ലി മേടിച്ചു തരും. നിങ്ങൾ ആരാ എന്റെ അച്ഛന്റെ കാര്യത്തിൽ കയറി ഇടപെടാൻ? മകൻ പുറത്തേക്ക് പോയതുപോലെ നിങ്ങളെ ഞാൻ പുറത്തേക്ക് അയക്കും ഇപ്പോ. ആഹാ, എന്നാ നീ എന്നൊന്ന് ഇറക്കി നോക്കടി. ഒരു വഴക്ക് വേണ്ട. ഞാൻ മോളോട് സംസാരിക്കാം. മോള് വാ, ആന്റിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. മോള് വന്നേ. സിധു, വാ വാ. വീണ്ടും